ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പരിശുദ്ധ ദിനത്തിൽ നമുക്കൊരുമിച്ച് ദൈവാലയത്തിൽ കൂടി വരുവാനും ദൈവത്തെ ആരാധിപ്പാൻ മഹത്വപ്പെടുത്തുവാനും ദൈവം നൽകിയ ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുത്തിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും വരുമെന്ന് അരുൾ ചെയ്ത കർത്താവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടുകൂടെ ചില നിമിഷങ്ങൾ കൂടി ദൈവസന്നിധിയിൽ നമുക്ക് വിനയപ്പെടാം. ദൈവം നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ഒരിക്കൽ കൂടി കർത്താവിന് നന്ദി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി എടുത്തിരിക്കുന്നതായ തിരുവചനം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 44-ഉം 45-ഉം വചനങ്ങൾ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 44-ഉം 45-ഉം വചനങ്ങൾ. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവർക്കും ദാസനാകണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനുമത്രേ വന്നത്. ഈ വേദഭാഗത്തിലൂടെ ഒരു മനുഷ്യൻ ശിഷ്യത്വത്തിനായി നൽകേണ്ടി വരുന്ന വിലയെക്കുറിച്ചാണ് ഈ വേദഭാഗത്ത് തൻ്റെ ശിഷ്യന്മാരെ യേശു ബോധവാന്മാരാക്കി തീർക്കുന്നത്. ഈ വേദഭാഗം ശിഷ്യന്മാരോട് സംസാരിക്കുവാനുള്ള സന്ദർഭം എന്ന് പറയുന്നത് സബദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും ഒരിക്കൽ യേശുവിൻ്റെ അരികെ വന്ന് ഇപ്രകാരം ആവശ്യപ്പെട്ടു: കർത്താവേ, അല്ലയോ ഗുരു, തൻ്റെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരുത്തൻ നിൻ്റെ വലത്തും ഒരുത്തൻ നിൻ്റെ ഇടത്തും ഇരിക്കുവാൻ ഞങ്ങൾക്ക് വരം നൽകണം. യേശുവിൻ്റെ ശുശ്രൂഷകൾ നാം വീക്ഷിക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാരോടുള്ള സംഭാഷണമായിരുന്നാലും പുരുഷന്മാരോടുള്ളതായ അതുപോലെ പുരുഷാരത്തോടുള്ള ആ ജനത്തോടുള്ളതായ സംഭാഷണമായിരുന്നാലും അതിലൊക്കെ നിറഞ്ഞു നിന്നത് ഒരു പഠിപ്പിക്കൽ കൂടിയായിരുന്നു, ഒരു അധ്യാപനം കൂടിയായിരുന്നുവെന്നും നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. ഇവിടെയും ഈ ആവശ്യം ഈ യാക്കോബും യോഹന്നാനും യേശുവിനോട് ഉന്നയിക്കുമ്പോൾ യേശു പറയുന്നതായ മറുപടി ഇങ്ങനെയാണ്. നാം വായിച്ചു കേട്ട സുവിശേഷ വേദഭാഗത്തിൽ അത് വ്യക്തമാണ്. യേശു പറയുകയാണ്, ഈ വരം നൽകുന്നതോ ഞാനല്ല, ആർക്ക് അത് ഒരുക്കിയിരിക്കുന്നുവോ അവർക്ക് അത് കിട്ടും. ഈ സബദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും ഈ ആവശ്യം കർത്താവിനോട് പറയുമ്പോൾ മറ്റ് 10 പേരും യേശു തെരഞ്ഞെടുത്തതായ മറ്റ് 10 ശിഷ്യന്മാരും കണ്ടു നിൽക്കുകയാണ്. ഈ യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും ഉള്ളിൽ ഉണ്ടായ ആഗ്രഹം ഒരുപക്ഷെ ഇതായിരിക്കാം: അവർക്ക് കിട്ടാത്തത് ഞങ്ങൾക്ക് കിട്ടണം, അല്ലേ? എന്ന് പറഞ്ഞാൽ ആരും ആവശ്യപ്പെടുന്നതിന് മുൻപേ ഞാൻ അല്ല എങ്കിൽ ഞങ്ങൾ ഇത് കർത്താവിനോട് ആവശ്യപ്പെടണം. ഞങ്ങൾക്ക് കർത്താവിൻ്റെ ഇടത്തും വലത്തും ഇരിക്കുവാനുള്ള ഭാഗ്യം ലഭിക്കണം. ഇവരിൽ ഞങ്ങൾ ഒന്നാമനാകണം. ഇതായിരുന്നേക്കാം ഒരുപക്ഷെ ഇവരുടെ ഉള്ളിലുണ്ടായിരുന്നതായ ചിന്ത. യേശു പറയുന്നതായ മറുപടിക്ക് ശേഷം ബാക്കിയുള്ള 10 പേരും ഈ 2 പേരോടും നീരസപ്പെടുന്നതും വെറുപ്പ് കാണിക്കുന്നതുമൊക്കെ തിരുവചനം വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അവിടെ കർത്താവ് അവരെ പഠിപ്പിക്കുകയാണ്, അവിടെ കർത്താവ് അവരെ ഉപദേശിക്കുകയാണ്. ആരാണ് ആമേൻ നിങ്ങളിൽ ഒന്നാമൻ? നിങ്ങളിൽ ഒന്നാമൻ ആകുവാൻ ആഗ്രഹിക്കുന്നവരൊക്കെ എന്തു ചെയ്യണം എന്നൊക്കെ പഠിപ്പിക്കുന്നതായ മനോഹരമായ ഭാഗം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. എന്താണ് ഒന്നാമനാകുവാനുള്ളവർ ചെയ്യേണ്ടത്? എല്ലാവർക്കും ദാസനാകുക. ഒന്നാമനാകണം എന്നാഗ്രഹിക്കുന്ന എല്ലാവർക്കും ദാസനായി തീരുക. പദവികളെ മാറ്റിവെച്ച്, ഞാനെന്ന അഹംഭാവങ്ങളെ മാറ്റിവെച്ച് എല്ലാവർക്കും ദാസനായി തീരുക. പിന്നെ വീണ്ടും പറയുന്നു, ശുശ്രൂഷ ചെയ്യിക്കുകയല്ല,
ശുശ്രൂഷിക്കുന്ന മനോഭാവം നിങ്ങളിൽ ഉണ്ടാകണം. ഒന്നാമനാകുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളോട് ദൈവം പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങളെല്ലാവർക്കും ദാസനായി തീരുക. പിന്നെയോ നിങ്ങൾ ശുശ്രൂഷ ചെയ്യിപ്പിക്കുകയല്ല, ശുശ്രൂഷ ചെയ്യുന്നവരായി തീരുക. ഒന്നുകൂടി പൊളിച്ചു പറഞ്ഞാൽ, ചുമടെടുപ്പിക്കുന്നവരല്ല, പിന്നെയോ ചുമടെടുക്കുന്നവരായി തീരുക. ഭാരം വഹിപ്പിക്കുന്നവരായിട്ടല്ല, ഭാരം വഹിക്കുന്നവരായി തീരുക. വീണ്ടും ആ വേദഭാഗത്തിൽ പഠിപ്പിക്കുന്നത് ജീവനെ കൊടുക്കുന്നവരായി തീരുക, ജീവനെ കൊടുക്കുന്നവരായി തീരുക. ഇതാണ് യേശു അവർക്ക് നൽകിയതായ ഉപദേശം. ഇന്ന് നമുക്ക് ചിന്തയ്ക്ക് ആധാരമായി നൽകിയിരിക്കുന്നതായ ചിന്താവിഷയം ശിഷ്യത്വത്തിൻ്റെ വില എന്നതാണ്. ശിഷ്യത്വത്തിൻ്റെ വില. ഒരു 3 ചിന്തകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ശിഷ്യത്വത്തിന് മനുഷ്യൻ കൊടുക്കേണ്ടി വരുന്നതായ വിലയെക്കുറിച്ച്, ശിഷ്യത്വത്തിൻ്റെ വിലയെക്കുറിച്ച് വേദപുസ്തകം ഒത്തിരി നമ്മെ പഠിപ്പിക്കുന്നു. ഒരു 3 ചിന്തകൾ വേഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, സ്വയം ക്രൂശിക്കപ്പെടുവാനായി സമർപ്പിക്കുക. സ്വയം ക്രൂശിക്കപ്പെടുവാനായി സമർപ്പിക്കുക. 1 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. 1 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം ഇങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നു: അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവിൻ, ഒരു മാതൃക വച്ചേച്ച് പോയിരിക്കുന്നു. യേശു നമുക്ക് മുൻപിൽ ഒരു മാതൃക വച്ചേച്ച് പോയിരിക്കുകയാണ്. ഈ വാക്യം ഒരു ശിഷ്യനോടുള്ളതായ ദൈവത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾ കർത്താവിൻ്റെ ശിഷ്യനായി തീരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കണം? നിങ്ങൾ എപ്രകാരം ജീവിക്കണം? സ്വയം ക്രൂശിക്കപ്പെടുവാനായി സമർപ്പിക്കുന്നവരായിരിക്കണം. സ്വയം ക്രൂശിക്കപ്പെടുവാനായി, കഷ്ടം അനുഭവിക്കുവാനായി, കഷ്ടതയ്ക്കായി നമ്മെ വിട്ടുകൊടുക്കുവാനുള്ള മനോഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കണം. ഒന്നുകൂടി പൊളിച്ചു പറഞ്ഞാൽ, മരണത്തിലേക്ക് നമ്മെ സമർപ്പിക്കുവാൻ, വിട്ടുകൊടുക്കുവാനുള്ള ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്നതാണ് വേദഭാഗത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ക്രൂശ് എടുക്കുക, തൻ്റെ ക്രൂശ് എടുത്ത് കർത്താവിൻ്റെ പിന്നാലെ സഞ്ചരിക്കുന്നതായ ഒരു മനോഭാവമാണ് വേദഭാഗത്തിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, നാം ഇന്ന് പാഠഭാഗമായി വായിച്ച പഴയ നിയമ വേദഭാഗം ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം പഠിക്കുമ്പോൾ, ദാനിയേൽ തൻ്റെ ജീവിതത്തെ മരണത്തിന് വേണ്ടി വിട്ടുകൊടുക്കുകയാണ്. അല്ലേ? ഞാൻ തയ്യാറാണ്. എന്തിനാ? സിംഹത്തിൻ്റെ ഗുഹ എൻ്റെ മുൻപിൽ വന്നാലും ശരി, അതിൽ വീഴുവാൻ ഞാൻ തയ്യാറാണ്. എങ്കിലും ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ വിശ്വാസത്തെ തള്ളിപ്പറയത്തില്ല. അല്ലേ? എങ്കിലും ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവത്തെ ഞാൻ തള്ളിപ്പറയത്തില്ല. എങ്കിലും ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്ന എൻ്റെ ദൈവത്തെ ഞാൻ പിടിവിടത്തില്ല. ഞാൻ എൻ്റെ ദൈവത്തെ മുറുകെ പിടിച്ചു തന്നെ ജീവിക്കും. ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവത്തെ തന്നെ ഞാൻ ആരാധിക്കും. ഞാൻ മുട്ടുമടക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ തന്നെ ഞാൻ മുട്ടുമടക്കും. സിംഹത്തിൻ്റെ കുഴി മുൻപിൽ വരുമ്പോഴും, മരണം ഒരുപക്ഷെ മുൻപിൽ വന്ന് നിൽക്കുമ്പോഴും അതിനുവേണ്ടി വിട്ടുകൊടുക്കുവാനുള്ള ഒരു മനോഭാവം ദാനിയേലിൻ്റെ ജീവിതത്തിലുണ്ടായി. അതുപോലെ പല ഭക്തന്മാരുടെയും ജീവിതം നാം വീക്ഷിക്കുമ്പോൾ, കർത്താവിൻ്റെ ശിഷ്യന്മാരെന്ന് അവകാശം പറയുന്ന ശിഷ്യന്മാരുടെ ജീവിതങ്ങൾ നാം വീക്ഷിക്കുമ്പോൾ, അവരുടെയൊക്കെ ജീവിതങ്ങളിൽ നമുക്കിത് കാണുവാൻ കഴിയുന്നുണ്ട്. മരണത്തിനായി അവരെ തന്നെ വിട്ടുകൊടുക്കുന്ന അനുഭവം, ക്രൂശിക്കപ്പെടുവാനായി സ്വയം ഏൽപ്പിച്ചു കൊടുക്കുന്നതായ അനുഭവം. നമ്മളൊക്കെ പറയാറുണ്ടല്ലോ, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, അല്ലേ, ഞാനൊരു ദൈവ പൈതലാണ്. ഈ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടുവോ? കർത്താവിന് വേണ്ടി എന്തും സഹിക്കുവാൻ ഞാൻ തയ്യാറാണ്. കർത്താവിന് വേണ്ടി എന്തും ഏറ്റെടുക്കുവാൻ ഞാൻ തയ്യാറാണ്. കർത്താവിന് വേണ്ടി ക്രൂശ് ചുമക്കുവാൻ ഞാൻ തയ്യാറാണ്. ഇത് പറയുവാൻ നമുക്ക് കഴിയണം. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. അല്ലേ?
സങ്കീർത്തനം 34 നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നാം ഇന്ന് പ്രതിവാക്യമായി ചൊല്ലിയതായ 34 സങ്കീർത്തനത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു: നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, എങ്കിലും അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കും. അനർത്ഥങ്ങൾ ജീവിതത്തിൻ്റെ മുൻപിൽ വരുമ്പോൾ ദൈവത്തോട് പറയണം, കർത്താവേ, നീ അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ വരുന്നില്ല, ഇതും ചുമക്കുവാൻ ഞാൻ തയ്യാറാണ്, ഇതിലേക്കും എന്നെ വിട്ടുകൊടുക്കുവാൻ ഞാൻ തയ്യാറാണ്. യോബ് തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചതുപോലെ ആമേൻ ആ ജീവിതത്തിൽ ആമേൻ താൻ അനുഭവിച്ചതായ കഷ്ടതകളിലേക്ക് തന്നെ വിട്ടുകൊടുത്തതുപോലെ ജീവിതയാത്രയുടെ മുൻപിൽ കഷ്ടതകളും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ ഞാനൊരു ക്രിസ്തു ശിഷ്യനാണ് എന്ന ബോധ്യത്തോടെ, കർത്താവ് അറിയാതെ, എൻ്റെ ഗുരുനാഥൻ അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ വരത്തില്ല എന്ന ബോധ്യത്തോടെ സ്വയം ക്രൂശിക്കപ്പെടുവാനായി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. 34 സങ്കീർത്തനത്തിൽ വീണ്ടും പഠിപ്പിക്കുന്നുണ്ട്: നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അവൻ്റെ അസ്ഥികളെ എല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിൽ ഒന്നുപോലും ഒടിഞ്ഞു പോകുകയില്ല. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒന്നിനും കുറവില്ല, ഒന്നിനും കുറവില്ല. കർത്താവ് ഈ വാഗ്ദത്വങ്ങളൊക്കെ നമുക്ക് നൽകിയിരിക്കുന്നത് എന്തിനാ എന്നറിയാമോ? ഒരു നല്ല ശിക്ഷനായി തീരുവാൻ, ഒരു നല്ല ശിക്ഷനായി തീരുവാൻ, ക്രൂശിക്കപ്പെടുവാനായി സ്വയം സമർപ്പിക്കുവാൻ. എന്തെല്ലാം കഷ്ടങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നാലും ശരി, ഞാൻ എൻ്റെ കർത്താവിനെ പിരിയുകയില്ല, ഞാൻ എൻ്റെ കർത്താവിനായി തന്നെ ജീവിക്കും. ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഭക്തനായ മനുഷ്യൻ തൻ്റെ സമർപ്പണത്തെ ഇപ്രകാരം ദൈവസന്നിധിയിൽ ബോധിപ്പിക്കുവാനായിട്ട് ഇടയായി: തൻ്റെ പേർക്കായി സർവസമ്പത്തും യാഗമായി വച്ചിട്ടെന്നേക്കും തന്നിൽ പ്രേമമായി, തൻ്റെ പേർക്കായി സർവസമ്പത്തും യാഗമായി വച്ചിട്ടെന്നേക്കും തന്നിൽ പ്രേമമായി, തൻ്റെ വേല ചെയ്തു കൊണ്ടും എൻ്റെ ക്രൂശു ചുമന്നിട്ടും പ്രാണപ്രിയൻ സേവയിൽ എന്നാളുകളെല്ലാം കഴിച്ചിടും. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. സ്വയം ക്രൂശിക്കപ്പെടുവാനായി ഏൽപ്പിച്ചു കൊടുക്കുന്നതായ മനോഭാവം ഒരു ക്രിസ്തു ശിഷ്യനിൽ അതുണ്ടായിരിക്കണം. ഒരു ക്രിസ്തു ശിഷ്യൻ നൽകേണ്ടി വരുന്ന വിലയാണ് തൻ്റെ ജീവിതം. തൻ്റെ ജീവിതം പൂർണ്ണമായി സമർപ്പിക്കുക. പുത്രനായ ക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നൽകപ്പെട്ട ഒരു വലിയ വിലയാണ് തൻ്റെ ജീവിതം, അല്ലേ? തൻ്റെ ജീവിതം പൂർണ്ണമായും ഒരു യാഗമായി സമർപ്പിച്ചതുപോലെ ക്രിസ്തു നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് അവൻ്റെ ശിഷ്യനായി തീരുവാൻ, സ്വയം ക്രൂശിക്കപ്പെടുവാനായി സമർപ്പിക്കുന്ന ഒരു ജീവിതമാണ് കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. പൂർണ്ണമായൊരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. തൻ്റെ പേർക്കായി സർവസമ്പത്തും യാഗമായി ഞാൻ സമർപ്പിക്കുന്നു. തൻ്റെ വേല ചെയ്യുവാൻ, തൻ്റെ സേവയ്ക്കായി എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു. ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഒരു കാലഘട്ടത്തിൽ അനേകം യുവാക്കൾ കർത്താവിൻ്റെ വേലയ്ക്കായി എഴുന്നേറ്റ് വന്നു. പ്രിയമുള്ളവർ, ഈ കാലഘട്ടത്തിൽ ആ ഒരു സ്പീഡ് ഉണ്ടാകട്ടെ. കർത്താവിന് വേണ്ടി വേല ചെയ്യുവാൻ, കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ ഞാൻ ഒരുക്കമാണ്, ഞാൻ തയ്യാറാണ്. ഒരു കാലഘട്ടത്തിൽ മാതാപിതാക്കൾ നേർച്ചകൾ സമർപ്പിക്കുമായിരുന്നു. എൻ്റെ മൂത്ത മകനെ ഞാൻ ദൈവത്തിനായി നേരുകയാണ്, ദൈവ ശുശ്രൂഷയ്ക്കായി നേരുകയാണ്. ഇന്ന് ആ നേർച്ചകളൊക്കെ പോയി, അല്ലേ? ഇന്ന് സമ്പത്തുകൊണ്ട് കൊടുക്കാൻ എത്ര വേണമെങ്കിലും സമ്പത്ത് കൊടുക്കാം. മക്കളെ വിട്ടുകൊടുക്കുവാൻ മടിയാ. വിട്ടുകൊടുക്കുവാൻ തയ്യാറാകുക.
വിട്ടുകൊടുക്കുവാൻ തയ്യാറാകുക. കർത്താവിൻ്റെ ശിഷ്യനായി തീരുവാൻ നമുക്ക് കഴിയട്ടെ. അവിടെ നന്മയുണ്ട്, അനുഗ്രഹമുണ്ട്. ഒന്ന്, സ്വയം ക്രൂശിക്കപ്പെടുവാനായി സമർപ്പിക്കുക. 2, ക്രൂശിനെ അവസാനത്തോളം സഹിക്കുക. അല്ലേ? ക്രൂശ് അനുഭവങ്ങൾ ജീവിതത്തിൻ്റെ മുൻപിൽ വരുമ്പോൾ അതിനെ അവസാനത്തോളം സഹിക്കുവാൻ നമുക്ക് കഴിയണം. ദൈവത്തോട് പറയുക, കർത്താവേ, ക്രൂശിൻ്റെ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവസാനത്തോളം സഹിക്കുവാൻ എന്നെ പ്രാപ്തനാക്കണമേ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 25 മുതലുള്ള വാക്യങ്ങളിൽ ശിഷ്യത്വത്തിൻ്റെ വ്യവസ്ഥകളെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ശിഷ്യത്വത്തിൻ്റെ വ്യവസ്ഥകൾ എന്താണ് കർത്താവ് പഠിപ്പിക്കുന്നത്? ഒരു ശിഷ്യനാണ് എങ്കിൽ, ശിഷ്യനാകുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുക. കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുക. പിന്നെ പഠിപ്പിക്കുന്നു, അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടി പകയ്ക്കുക. അല്ലേ? അടുത്ത് പഠിപ്പിക്കുന്നു, തൻ്റെ ക്രൂശ് എടുത്ത് കർത്താവിൻ്റെ പിന്നാലെ ചെല്ലുക. ഇതാണ് ഒരു ക്രിസ്തു ശിഷ്യനാകുവാൻ വേണ്ടി കർത്താവ് മുൻപിൽ വച്ചിരിക്കുന്ന വ്യവസ്ഥകൾ. എന്നിട്ട് കർത്താവ് ഈ കാര്യം പറഞ്ഞിട്ട് മറ്റൊരു ഉദാഹരണം കൂടി പറയുകയാണ്. ഒരു മനുഷ്യൻ ഒരു ഭവനം നിർമ്മിപ്പാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അവൻ ഇരുന്ന് നോക്കട്ടെ. എന്താ നോക്കേണ്ടത്? ഞാൻ പണി കഴിക്കുവാൻ ആഗ്രഹിക്കുന്ന ഭവനം പൂർത്തിയാക്കുവാനുള്ള വക എനിക്കുണ്ടുവോ? അല്ലേ? ഇരുന്ന് നോക്കട്ടെ. ഞാൻ പണിയുവാൻ ആഗ്രഹിക്കുന്നതായ ഭവനം അത് പൂർത്തിയാക്കുവാനുള്ള വക എനിക്കുണ്ടുവോ എന്ന് ഞാൻ നോക്കട്ടെ. ആ മനുഷ്യൻ അത് നോക്കണം. ഇല്ല എങ്കിൽ പണികൾ ആരംഭിച്ചിട്ട് പൂർത്തീകരിക്കാതിരിക്കുമ്പോൾ ലോകം അവനെ കുറ്റം വിധിക്കുവാൻ തുടങ്ങും. ലോകം അവനെ അപവാദം പറയുവാൻ തുടങ്ങും. ആ ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കുവാൻ കർത്താവ് നൽകുന്ന ഉപദേശം ഇതാണ്: നിങ്ങൾ ആദ്യമേ ഇരുന്ന് കണക്ക് നോക്കട്ടെ. കർത്താവ് പഠിപ്പിക്കുവാൻ ആഗ്രഹിച്ചത് എന്തെന്നറിയാമോ? ഒരു ക്രിസ്തു ശിഷ്യനാകുവാൻ നീ ആഗ്രഹിച്ച് മുന്നോട്ട് വരുമ്പോൾ ഈ വ്യവസ്ഥകൾ പാലിക്കുവാൻ നിനക്ക് കഴിയുമോ എന്ന് നോക്കട്ടെ. ഇല്ല എങ്കിൽ വരരുത് എന്നുള്ളതാണ്. അല്ലേ? കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യനായി തീരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒന്നാമത് നിങ്ങൾ ഇരുന്ന് നോക്കുക. ഈ വ്യവസ്ഥകൾ നിങ്ങൾക്ക് പാലിക്കുവാൻ കഴിയുമോ? എങ്കിൽ വന്നാൽ മതി. എന്താ കർത്താവ് പറഞ്ഞതായ വ്യവസ്ഥകൾ? കർത്താവിൻ്റെ അടുക്കൽ ചെല്ലണം. അപ്പനെയും അമ്മയെയും ഭാര്യയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടി പകയ്ക്കണം. തൻ്റെ ക്രൂശ് എടുത്ത് കർത്താവിൻ്റെ പിന്നാലെ ചെല്ലണം. ഇതാണൊരു ശിഷ്യനാകുവാൻ വേണ്ടി കർത്താവ് നൽകിയതായ വ്യവസ്ഥകൾ. ഒരു പക്ഷേ ഇതിൻ്റെ മധ്യഭാഗത്ത് കിടക്കുന്നത് നാം കേൾക്കുമ്പോൾ കർത്താവ് എന്തൊരു ദുഷ്ടനായെന്ന് പലപ്പോഴും ചിന്തിച്ചു പോകും. അല്ലേ? അപ്പനെ പകയ്ക്കാൻ പറയുന്നു, അമ്മയെ പകയ്ക്കാൻ പറയുന്നു, ഭാര്യയെയും മക്കളെയും സഹോദരനെയും സഹോദരിയെയും പകയ്ക്കാൻ പറയുന്നു. ഇതെന്താ ശിഷ്യത്വം? തമ്പുരാൻ നമ്മെ പഠിപ്പിക്കുവാൻ ആഗ്രഹിച്ച ആമേൻ രഹസ്യമെന്ത് എന്നറിയാമോ? ഒരു ശിഷ്യനായി, കർത്താവിൻ്റെ ശിഷ്യനായി തീരുമ്പോൾ അവൻ്റെ മുൻപിൽ അപ്പനും അമ്മയും മക്കളും സഹോദരനും സഹോദരിയും പിന്നെ എൻ്റെ സഹപാഠികളും എല്ലാം ഒന്നുപോലെ, എല്ലാം തുല്യരാണ്. വേർതിരിവോ വിവേചനങ്ങളോ ഒന്നുമില്ലാതെ എല്ലാവരെയും ഒന്നുപോലെ കാണുവാൻ കഴിയുക. ക്രിസ്തു ശിഷ്യനാകുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിന്റെ കുടുംബത്തെ പോലെ തന്നെ സ്വന്തം അടുത്ത കുടുംബത്തെയും കാണുവാൻ കഴിയുക. അല്ലേ? അതുപോലെ അവരെ സ്നേഹിക്കുവാൻ കഴിയുക, അതുപോലെ അവരെ കരുതുവാൻ കഴിയുക. അതാണ് തമ്പുരാൻ പറയുവാനായിട്ട് ആഗ്രഹിച്ചത്. സ്വന്തം സഹോദരനെയും സഹോദരിയെയും പകച്ച് മറ്റുള്ളവനും എൻ്റെ സഹോദരനാണ്, അല്ലേ, മറ്റുള്ളവനും എൻ്റെ സഹോദരിയാണ് എന്ന് കാണുവാൻ, ആരെയും വേർതിരിച്ച് കാണുവാൻ, ഇവൻ മാത്രം എൻ്റെ സ്വന്തം എന്ന് പിടിച്ചടക്കി വയ്ക്കാതെ എല്ലാവരെയും ഒന്നുപോലെ കാണുവാനുള്ള മനോഭാവം, അതാണൊരു ക്രിസ്തു ശിഷ്യന് വേണ്ടത്. തമ്പുരാൻ അതാണ് നമ്മെ പഠിപ്പിച്ചത്.
പ്രിയമുള്ളവരെ, ആദ്യം ഇരുന്ന ഈ വ്യവസ്ഥകൾ പാലിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് നോക്കട്ടെ. ഇതൊരു സഹനത്തിൻ്റെ ശുശ്രൂഷയാണ്. ഇതൊരു സഹനത്തിൻ്റെ ശുശ്രൂഷയാണ്. പലതും വിട്ടുകൊടുക്കേണ്ടി വരുന്ന ശുശ്രൂഷയാണ്. പലതും സഹിക്കേണ്ടി വരുന്ന ശുശ്രൂഷയാണ്. അതുകൊണ്ട് തന്നെ അപ്പോസ്തലനായ പൗലോസ് നമ്മെ ധൈര്യപ്പെടുത്തുന്ന വാക്കുകൾ വായിച്ചു കേട്ടു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അവിടെ അപ്പോസ്തലനായ പൗലോസ് നമ്മെ പഠിപ്പിക്കുന്ന ചില ചിന്തകളുണ്ട്. അതിൽ ശ്രദ്ധേയമായത് ഒന്ന്, മരിക്കുന്നവരായിട്ടും ഇതാ ജീവിക്കുന്നവർ. അല്ലേ? ഇതാണൊരു സഹനത്തിൻ്റെ ശുശ്രൂഷ. ക്രിസ്തു ശിഷ്യനാകുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തൊരു ജീവിതമാണ് പൗലോസിൻ്റെ ജീവിതം. അപ്പോസ്തലനായ പൗലോസ് പ്രകാരം പറയുന്നു, ഞങ്ങൾ മരിക്കേണ്ടുന്നവരാണ്, എങ്കിലും ഞങ്ങൾ ഇതാ ജീവിക്കുന്നു. പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതാനുഭവങ്ങളൊക്കെ നോക്കിയാലും നമുക്കും പറയുവാൻ ഇതുപോലുള്ള സാക്ഷ്യങ്ങളില്ലേ? ഒന്ന് പുറകിലോട്ട് തിരിഞ്ഞു നോക്കിയാൽ മരിച്ചു പോകേണ്ടുന്നവരാ, തീർന്നു പോകേണ്ടുന്നവരാ, എന്നിട്ടും ഇതാ ജീവിക്കുന്നു. ഒരു ക്രിസ്തു ശിഷ്യന് പറയുവാൻ കഴിയുന്ന വാക്കുകളാണ്. വീണ്ടും പഠിപ്പിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നവരെന്നിട്ടും കൊല്ലപ്പെടാത്തവർ. അല്ലേ? ശിക്ഷിക്കപ്പെടുന്നവരെന്നിട്ടും കൊല്ലപ്പെടാത്തവർ. ഒരുപാട് ശിക്ഷകൾ എൻ്റെ തലമേൽ വരാമായിരുന്നു. അതിനുള്ള കുറവുകൾ എൻ്റെ ജീവിതത്തിനുണ്ട്, അതിനുള്ള കുറ്റങ്ങൾ എൻ്റെ ജീവിതത്തിനുണ്ട്. എന്നിട്ടും എൻ്റെ പ്രാണന് ദോഷം വരാതെ വേണം ഇന്നും ഞാൻ ജീവനോടെ നിലനിൽക്കുന്നു. വീണ്ടും പറയുന്നു, ദുഃഖിതരായിരുന്നിട്ടും എപ്പോഴും സന്തോഷിക്കുന്നു. എപ്പോഴും സന്തോഷിക്കുന്നവർ. ദുഃഖമുണ്ട്, നിരാശകളുണ്ട്, എങ്കിലും കർത്താവിൽ സന്തോഷിക്കുന്നവർ. ഇതാണൊരു ക്രിസ്തു ശിഷ്യൻ. വീണ്ടും പഠിപ്പിക്കുന്നു, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ. അല്ലേ? ദരിദ്രനെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ. എന്താ? നമുക്ക് ദാരിദ്ര്യം ഒരുപാടുണ്ട്. അല്ലേ? ഒന്നുമില്ലായ്മയുടെ അനുഭവമാണ്. പക്ഷേ പലരെയും സമ്പന്നരാക്കുന്നവർ. എങ്ങനെയാ സമ്പന്നരാക്കുന്നത്? സമ്പന്നനായ ക്രിസ്തുവിൻ്റെ അടുക്കൽ പലരെയും നമ്മൾ കൊണ്ടുവരുന്നില്ലേ? അവരെ നമ്മൾ സമ്പന്നരാക്കുകയാ. അല്ലേ? പറയുവാൻ നമുക്ക് ദാരിദ്ര്യത്തിൻ്റെ അനുഭവങ്ങൾ ഒരുപാടുണ്ട്, ദാരിദ്ര്യങ്ങൾ ഒരുപാടുണ്ട്. ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവരാണ് നമ്മൾ. ഒരു ക്രിസ്തു ശിഷ്യൻ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരുന്നതിലൂടെ, സമ്പന്നനായ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരുന്നതിലൂടെ പലരെയും സമ്പന്നരാക്കുന്നവരാണ് നാം. വീണ്ടും പഠിപ്പിക്കുന്നു, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവർ. അല്ലേ? ഒന്നുമില്ലാത്തവർ എങ്കിലും എല്ലാം കൈവശമുള്ളവർ. ലോകം ചുറ്റും നിന്ന് പറയും ഒന്നുമില്ലാത്തവനാ, ഒന്നിനും കൊള്ളാത്തവനാ. പക്ഷെ ദൈവം പറയും, കുഞ്ഞെ, നിന്റെ കൈവശം ഉണ്ടടാ എല്ലാം. അല്ലേ? ദാവീദ് മല്ലനായ ഗോലിയാത്തിന്റെ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ സഹോദരന്മാർ പറഞ്ഞു, ഇവനെ കൊണ്ട് പറ്റത്തില്ല, കൊള്ളത്തില്ല. പക്ഷെ ദൈവം പറഞ്ഞു, നിന്റെ കൈവശമുണ്ട്. അല്ലേ? ഈ ഗോലിയാത്തിനെ വകവരുത്തുവാനുള്ള അധികാരം നിന്റെ കൈവശമുണ്ട്. ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവർ. പ്രിയമുള്ളവരെ, തമ്പുരാൻ നമ്മുടെ കൈകളിൽ ആമേൻ സർവസമ്പത്തും തന്നിരിക്കുകയാ. എല്ലാം നമ്മുടെ കൈവശം തന്നിരിക്കുകയാ. അതനുഭവിക്കുവാൻ കർത്താവിൻ്റെ പാദപീഠത്തിൽ മുട്ടുമടക്കുക. ആർ തമ്പുരാൻ്റെ പാദപീഠത്തിൽ മുട്ടുമടക്കുന്നുവോ, തമ്പുരാൻ എൻ്റെ കയ്യിൽ തന്നിരിക്കുന്നത് എനിക്ക് അനുഭവിക്കുവാൻ കഴിയും. അല്ലേ? എനിക്ക് തന്നിരിക്കുന്നത് എനിക്ക് അനുഭവിക്കുവാൻ കഴിയും. പലരുടെയും ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കണം. പലർക്കും പറയുവാൻ അനുഭവങ്ങളുണ്ട്, ഒരുപാട് കൈവശമുണ്ട്, പക്ഷേ ഒന്നും അനുഭവിക്കുവാൻ കഴിയുന്നില്ല. ഒന്നും അനുഭവിക്കുവാൻ കഴിയുന്നില്ല. ഒന്നും അനുഭവിക്കുവാൻ കഴിയുന്നില്ല. ഇതുപോലെ ജീവിക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ നമ്മുടെയൊക്കെ കൺമുൻപിലുണ്ട്. പ്രിയമുള്ളവരെ, തമ്പുരാൻ നമ്മുടെ കൈവശമെല്ലാം തന്നിട്ടുണ്ട്. അതനുഭവിക്കുവാൻ, ആ സന്തോഷം അനുഭവിക്കുവാൻ, ആ നിറവ് അനുഭവിക്കുവാൻ എന്നെ പ്രാപ്തനാക്കണമേ എന്ന് തമ്പുരാൻ്റെ പാദപീഠത്തിൽ മുട്ടുമടക്കുവാൻ നമുക്ക് കഴിയണം. ഇത് നമ്മുടെ ആമേനൊരു പ്രാർത്ഥനയായി മാറ്റപ്പെടണം. അപ്പോസ്തലനായ പൗലോസ് നമ്മെ പഠിപ്പിക്കുകയാണ്.
ഇത് നമ്മുടെയൊക്കെ ഒരു പ്രാർത്ഥനയായി മാറ്റപ്പെടണം. ഇതൊരു സഹനത്തിൻ്റെ ശുശ്രൂഷയാണ്. ക്രൂശ് അവസാനത്തോളം സഹിക്കുക. നമ്മെ വഹിക്കുന്നവൻ, നമ്മെ ചുമക്കുന്നവൻ നമ്മോട് കൂടെയുണ്ട്. കഷ്ടതയുടെ നാളിൽ കൈവിടുന്നവനല്ല, നമ്മെ ഉപേക്ഷിച്ച് കളയുന്നവനല്ല, നമ്മോട് കൂടെയുണ്ട്. 2 ചിന്തകൾ. 1, ക്രൂശിക്കപ്പെടുവാനായി സ്വയം സമർപ്പിക്കുക. 2, ക്രൂശനുഭവം അവസാനത്തോളം സഹിക്കുക. വിട്ടേച്ചു പോകരുത്, കുറ്റപ്പെടുത്തരുത്, അവസാനത്തോളം സഹിക്കുക. 3, ക്രിസ്തുവിൻ്റെ ജീവനുള്ള ഒരു പകർപ്പായി നാം തീരുക. ക്രിസ്തുവിൻ്റെ ജീവനുള്ള ഒരു പകർപ്പായി നാം തീരുക. അല്ലേ? ക്രിസ്തുവിനെ പോലെയാകുക. ക്രിസ്തുവിൻ്റെ ജീവനുള്ള ഒരു പകർപ്പായി തീരുക. ക്രിസ്തുവിനെ പോലെയായി തീരുക. 34-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു: അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. കർത്താവിലേക്ക് നോക്കിയവർ പ്രകാശിതരായി എന്ന് പറഞ്ഞാൽ അവങ്കലേക്ക് നോക്കിയവരുടെ മേൽ കർത്താവിൽ നിന്നുള്ള പ്രകാശം അവരിലേക്ക് വ്യാപരിച്ചു എന്നാണ്. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, കർത്താവിനെ പോലെയാകുവാൻ, ക്രിസ്തുവിനെ പോലെയാകുവാൻ, ക്രിസ്തുവിൻ്റെ ജീവനുള്ളൊരു പകർപ്പായി തീരുവാൻ അവൻ നമ്മെ വിളിക്കുകയാണ്. അതിനുവേണ്ടി വിട്ടുകൊടുക്കുവാൻ നമുക്ക് കഴിയണം. ഫിലിപ്പിയർക്ക് ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 15-ൽ പഠിപ്പിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പ്യരെ കുറിച്ച് സാക്ഷിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. അല്ലേ? അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പ്യരെ കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കുകയാണ്. നിങ്ങൾ ഫിലിപ്പ്യരിലെ ജനത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. പ്രകാശിക്കണമെന്ന് ആവശ്യപ്പെടുകയല്ല, അവിടെ പറയുന്നത് നിങ്ങൾ പ്രകാശിക്കുന്നു. നിങ്ങളിൽ ക്രിസ്തുവിൻ്റെ പ്രകാശം ഉണ്ട്. നമ്മെ നോക്കി മറ്റുള്ളവർ പറയണം, നിങ്ങൾ പ്രകാശിക്കുകയാണ്. ഇവൻ ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്നു, ഇവൻ ക്രിസ്തു ചെയ്യുന്നത് പോലെ ചെയ്യുന്നു. അല്ലേ? ക്രിസ്തു തന്നെ ഇവൻ്റെ ജീവിതത്തിൻ്റെ ഒരു മാതൃകയായി തീർന്നിരിക്കുന്നു. ഒരു തനി പുരുഷനായി ക്രിസ്തുവിൻ്റെ ഒരു തനി രൂപമായി മാറ്റപ്പെടുന്നു എന്ന് മറ്റുള്ളവർ പറയുവാൻ തക്കവണ്ണം നമ്മൾ നമ്മുടെ ജീവിതത്തെ അതിനുവേണ്ടി വിട്ടുകൊടുക്കണം. പരസ്പരം കുറ്റപ്പെടുത്തലിൻ്റെ അനുഭവങ്ങൾ മാറിപ്പോകട്ടെ. പരസ്പരം പഴിചാരുന്ന അനുഭവങ്ങൾ മാറിപ്പോകട്ടെ. നിസ്സാര കാര്യങ്ങൾക്ക് പോലും പഴിചാരുകയും കുറ്റം പറയുകയും ചെയ്യുന്ന അനുഭവങ്ങൾ സഭയ്ക്കകത്ത് എന്തിനാ? നമ്മുടെ കുടുംബങ്ങൾക്കകത്ത് എന്തിനാ? അല്ലേ? പരസ്പരം ക്ഷമിക്കുവാനും പരസ്പരം സഹിക്കുവാനും പൊറുക്കുവാനുമുള്ള മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നമ്മെ ഈ ഭൂമിയിൽ തമ്പുരാനാക്കി വെച്ചിരിക്കുന്നത് കർത്താവിൻ്റെ ഒരു തനി പകർപ്പായി തീരുവാനാ. അവൻ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുവാനാ. നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുക. അങ്ങനെ ആകുവാൻ കഴിയുന്നുവോ? വർഷങ്ങൾക്ക് മുൻപേ ഉള്ള വെറുപ്പ് ഇന്നും മനസ്സിനകത്ത് സൂക്ഷിച്ചിരിക്കുന്ന പലരുമുണ്ട്. ദേവാലയത്തിൽ വന്നിരുന്ന് ശുശ്രൂഷ അർപ്പിക്കുമ്പോൾ അതിനെ കളയുവാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ ആരാധന കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയോജനമില്ല. അല്ലേ? ആമേൻ. പൂർവികർ ആമേൻ വച്ചേച്ചു പോയ വെറുപ്പ് ഇന്നും കാത്തു സൂക്ഷിക്കുന്നവരുണ്ട്. ക്രിസ്തുവിൻ്റെ ഒരു തനി പകർപ്പായി തീരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്തിനിങ്ങനെയുള്ള മനോഭാവങ്ങൾ, എന്തിന് ഇങ്ങനെയുള്ളതായ മനോചിന്തകൾ? അതിനെയൊക്കെ നമുക്ക് തള്ളിക്കളയുവാൻ കഴിയണം. ക്രിസ്തുവിൽ എല്ലാവരെയും ഒന്നായി കാണുവാൻ, ഒന്നുപോലെ കാണുവാൻ, ഒന്നുപോലെ സ്നേഹിപ്പാൻ. ആരിൽ നിന്നെങ്കിലും ഒക്കെ ദുരനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുവെങ്കിൽ ക്ഷമിക്കുവാൻ, ഹൃദയപൂർവ്വം ക്ഷമിപ്പാൻ നമുക്ക് കഴിയണം. അവിടെ സ്വർഗം ആനന്ദിക്കും. അവിടെ സ്വർഗം ആനന്ദിക്കും. പ്രിയമുള്ളവരെ, ആ ഒരു മനോഭാവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അതിനുവേണ്ടി വിളിക്കപ്പെട്ടവരാണ് നാം. ക്രിസ്തുവിൻ്റെ ഒരു തനി പകർപ്പായി തീരുവാൻ, ഒരു തനി പകർപ്പായി തീരുവാൻ കർത്താവേ എന്നെ അവിടെ നിന്ന് സഹായിക്കണം. ഈ ഒരു പ്രാർത്ഥന എല്ലാ കാലവും നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ. ഗുരു ശിഷ്യ ബന്ധത്തെക്കുറിച്ച് ആമേൻ പഠിപ്പിക്കുന്ന ചില ചിന്തകളുണ്ട്. അവിടെ പഠിപ്പിക്കുന്നത് ആമേൻ ഗുരുവിനോട് വസിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്.
ഗുരുവിനോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ഗുരുവിനെ പോലെ ആകുന്ന ഒരു ദിനമുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയുള്ള ദിനങ്ങൾ ഉണ്ടാകട്ടെ. ഗുരുവിനോടൊപ്പം വസിക്കുന്നത് എന്തിനാ? ഒരു ശിഷ്യൻ ഗുരുവിനോടൊപ്പം വസിക്കുന്നത് ഗുരുവിനോടൊപ്പം വസിച്ച് അറിവ് നേടുവാൻ വേണ്ടിയാ. ഗുരുവിനോടൊപ്പം വസിച്ച് മരുന്നുകളുടെ കൂട്ട് പഠിക്കുന്നു, അല്ലേ? ഗുരു മരുന്നുണ്ടാക്കുമ്പോൾ വേണ്ടുന്ന പച്ചിലകൾ എടുത്തുകൊടുത്ത് മരുന്നിൻ്റെ കൂട്ട് ഒപ്പം നിന്ന് പഠിക്കുകയാ. ഗുരുവിനോടൊപ്പം സഞ്ചരിക്കുമ്പോൾ സംഭവിക്കുന്നത് കാടിനെ പഠിക്കുക എന്ന് പറഞ്ഞാൽ മരുന്നിനെ, പച്ചിലകളെ പഠിക്കുകയാ. എന്ത് പച്ചിലയാണ് ഞാൻ ഉപയോഗിക്കേണ്ടത്, ഈ മരുന്നിന് ആവശ്യമായത് എന്തൊക്കെയാണ് എന്ന് ഗുരുവിനോട് നടന്നു പഠിക്കുകയാ. 3, ഗുരുവിനെ പോലെ തൊട്ട് സൗഖ്യമാക്കുന്ന അനുഭവം. ഗുരുവിനെ പോലെ എണ്ണ തേച്ച് സൗഖ്യമാക്കുന്ന അനുഭവം. നമ്മുടെ ജീവിതത്തിൽ നിന്നും ക്രിസ്തു ശിഷ്യനാണ് എന്ന അവകാശം പറയുന്നതിലൂടെ ഉയർന്നു വരേണ്ടുന്ന ഒരു അനുഭവം, മറ്റുള്ളവരെ തൊട്ട് സൗഖ്യമാക്കുന്നൊരനുഭവം. എൻ്റെ സാന്നിധ്യം മറ്റുള്ളവർക്കൊരാശ്വാസമാകണം. എൻ്റെ ഇടപെടൽ മറ്റുള്ളവർക്കൊരു ആനന്ദമാകണം, ഒരു സൗഖ്യമാകണം. അതാണ് തമ്പുരാൻ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. മുറിവേറ്റ അനേകർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. മുറിവേറ്റ അനേകർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. മുറിവിനെ കഴുകുവാനും മുറിവിനെ കെട്ടുവാനുമുള്ള മനസ്സ് നമുക്കുണ്ടാകണം. മുറിവിനെ കഴുകുക എന്ന് പറയുന്നത്, മുറിവ് വൃത്തിയാക്കുക, അതിനെ കഴുകുക എന്ന് പറയുന്നത് ഒരു സുവിശേഷമാണ്. അതൊരു സുവിശേഷമാണ്. മുറിവേറ്റ ഒരു മനുഷ്യനെ നമ്മൾ കാണുമ്പോൾ ആ മനുഷ്യൻ്റെ അരികിൽ പോയി അവൻ്റെ മുറിവിനെ കഴുകുന്നത്, ആ മനുഷ്യൻ്റെ മുറിവിനെ ഒന്ന് വൃത്തിയാക്കുന്നത്, ക്ലീൻ ചെയ്യുന്നത്, അതൊരു സുവിശേഷമാണ്. പിന്നെ ചെയ്യുന്നത് മുറിവിനെ കെട്ടുന്നു. മുറിവിനെ കെട്ടുന്നത് പ്രാർത്ഥനയാണ്. മുറിവിനെ കെട്ടുന്നത് പ്രാർത്ഥനയാണ്. മുറിവിനെ കഴുകുന്നത് സുവിശേഷവും മുറിവിനെ കെട്ടുന്നത് പ്രാർത്ഥനയുമാണ്. ഇവനൊരു സൗഖ്യമുണ്ടാകണം. ഈ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മുറിവേറ്റ അനേകർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവരുടെ അരികിൽ മുറിവിനെ കഴുകുന്ന സുവിശേഷവുമായി എത്തപ്പെടണം. മുറിവിനെ കെട്ടുന്ന പ്രാർത്ഥനയുമായി എൻ്റെ സാന്നിധ്യം അവരുടെ അരികിൽ ഉണ്ടാകണം. ഒരു ക്രിസ്തു ശിഷ്യൻ എപ്രകാരമുള്ളവനായിരിക്കണം? സ്വയം ക്രൂശിക്കപ്പെടുവാനായി സമർപ്പിക്കുന്നവനായിരിക്കണം ഒരു ക്രിസ്തു ശിഷ്യൻ. അവസാനത്തോളം ക്രൂശിനെ സഹിക്കുന്നവനായിരിക്കണം ഒരു ക്രിസ്തു ശിഷ്യൻ. ക്രിസ്തുവിൻ്റെ ജീവനുള്ള ഒരു പകർപ്പായി തീരുന്നവനാകണം ഒരു ക്രിസ്തു ശിഷ്യൻ. ഈ അനുഭവത്തിൽ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് വിട്ടുകൊടുക്കുവാൻ കഴിയുന്നുവോ? ദൈവം നമ്മെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.